കഴിക്കാൻ എടുക്കട്ടെ ഇച്ചിരി? വേണ്ടമ്മ, ഞാൻ കഴിച്ചിട്ടാ ഇറങ്ങിയത്. വിശപ്പില്ല, കഴിച്ചിട്ടാ വന്നത്. കഴിക്കാൻ താമസിച്ചത് സമയം ഒത്തിരി ആയല്ലോ. താമസിച്ചതല്ല, എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാനവിടെ കിടക്കുമായിരുന്നു. അവൾക്കിത് സ്കൂളിലും പോകണമായിരുന്നു. അപ്പം പിന്നെ വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ സ്കൂളിൽ പോകത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അവളോട് പറയാൻ പോയില്ല. വയ്യാന്നുണ്ടായിരുന്നു അവളോട് പറയണ്ടായിരുന്നു. അവൾ BP ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യത്തില്ലായിരുന്നു. പിന്നെ രാത്രിയാകുമ്പോൾ വയ്യാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ തന്നെ വേണ്ട കൊണ്ടുപോകാനും വരാനും അല്ല. എന്തെങ്കിലും ഒരു കയ്യാഴി തോന്നി അന്നേരം അവളോട് പറയണം. പറഞ്ഞാലല്ലേ അവൾ അറിയത്തുള്ളൂ. അത് കുഴപ്പമില്ല. രാവിലെ ഞാൻ ഗുളികയൊക്കെ തിന്നായിരുന്നു. പിന്നെ അവളോട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ പോകത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അവളോട് പറയാൻ പോയില്ല. അവൾ എനിക്ക് ചോറെല്ലാം വിളമ്പി വെച്ചായിരുന്നു. അപ്പം കുളി കഴിഞ്ഞിട്ട് കഴിച്ചോളാമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. പിന്നെ അവൾ പോയി. ഇപ്പോൾ 1/4 മണിക്കൂറത്തെ കാര്യമുള്ളൂ. ഇപ്പം അവളിങ്ങ് വരും. എന്നാൽ അമ്മേ, ഞാൻ പോവാ സ്കൂളിൽ നിന്ന്. പിള്ളേർ വരുന്നതിന് മുമ്പേ അങ്ങ് ചെല്ലണം. അവൾ വരുമ്പോൾ ഞാൻ വൈകിട്ട് അവളെ വിളിച്ചോളാം കേട്ടോ. അമ്മയാണെങ്കിൽ കഴിച്ചിട്ട് എല്ലാം ഇതായിട്ട് കയറി കിടക്കും. കാരണം എനിക്ക് കടയിലും ഒക്കെ കയറാറുണ്ട്. പിന്നെ പിള്ളേർ വരുമ്പോഴത്തേക്കിനും അവിടെ താക്കോല് പൂട്ടി കതക് പൂട്ടി ഞാൻ താക്കോലും കൊണ്ട് ഇങ്ങനെ വന്നേക്കുക. അപ്പം ഞാൻ പോവാം. അവളെ ഞാൻ വിളിച്ചോളാം. അവൾ വരുമ്പോൾ പറഞ്ഞ് ഞാൻ വന്നിട്ട് പോയെന്ന് കേട്ടോ. അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ അവളോട് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പറയണേ. ഞാൻ പോവാണേ എന്നാൽ. നീയാണോ? അവളെന്ത് ചെയ്യേ? ഞാൻ കുറേ നേരമായല്ലോ വന്നിട്ട്. നിനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അവളിവിടെ ഉണ്ട്, അകത്തുണ്ട്. കൊച്ചിനെ അങ്ങോട്ട് ഉറക്കാൻ കയറ്റിയേക്കുന്നു. അവളെന്ത് ചെയ്യും? ഞാൻ വന്നിട്ട് ഇത്ര നേരമായിട്ട് ഇത്രയും സൗണ്ട് കേട്ടിട്ടൊന്ന് ഇറങ്ങി വരണമെന്ന് പോലും ഇല്ലല്ലോ. എന്തു കൊടുക്കുക? നീ എന്താ വന്ന പാടെ കുറ്റം പുറക്കാൻ നിൽക്കുവാണോ? ഇവിടെ മിറ്റം ഒന്നും തൂക്കുന്നില്ല. എന്താ വൃത്തികേടായിട്ട് ഇവിടെ എല്ലാം കിടക്കുന്നത്. തൂത്തുവാരാത്ത മിറ്റം പോലെ. ഇത് പിടിച്ച് ഞാൻ ഇവിടെ എല്ലാം ഒന്ന് തൂത്തുവാരട്ടെ. നീ ചെയ്യണ്ട, അവള് ചെയ്തോളൂ. നീ ഇങ്ങോട്ട് കയറി ഇങ്ങനെ പോലെ അവള് ചെയ്തോളൂ. വന്നപ്പോൾ തന്നെ അവള് കുറ്റം പുറക്കാനായിട്ട് നിൽക്കുന്നു. മിറ്റം കിടക്കുന്നോട്ട് തന്നെ പെരക്കാവും എല്ലാം കിടക്കുന്നത്. എങ്ങനെ കിടന്ന പെരക്കാവൊക്കെ ആയിരുന്നു. ഇപ്പം കിടക്കുന്ന കണ്ടില്ലേ? ഇതുമെല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുന്നത്. വന്ന പാടെ ഇതെന്താ പെരക്കാവും എല്ലാം ഒന്നും തൂത്തൊന്നും വാരത്തൊന്നുമില്ലേ? നിനക്ക് എന്താ? നീ ചുമ്മാ വന്നുണ്ടേ തന്നെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പെടുക്കാൻ തുടങ്ങുവാണോ? ചുമ്മാ അത് വന്നിട്ട് വന്ന കാര്യം നോക്കിയിട്ട് പോകാൻ നോക്കുമല്ല. അനക്കെടുക്കണം, സമാധാനം കെടുത്താൻ വന്നേക്കുവാണോ ഈ വീട്ടിലെ? എന്ത് ചെയ്യേ? മുറിയിലുണ്ട്. എന്തെടുക്കുവാടാ? ഓടി ഇവിടെ ചുമ്മാ ഫോൺ കണ്ടോണ്ട് കിടക്കുവായിരുന്നടി. എന്തുവാടാ ഈ മുറിയുടെ കോലം? ചന്ത ഇതിലും വൃത്തിയാണല്ലോടാ. ഈ മുറിയൊക്കെ എന്തുവാടാ കാണിച്ചിട്ടേക്കുന്നത്? എന്തോ മുറിക്കിപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. എന്താ വേറെ വൃത്തിക്കും കിടന്ന മുറിയൊക്കെ ആയിരുന്നു ഇത്? ഇങ്ങനെയാണോ കിട്ടുന്നത്? എടാ പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്തുവാടി? ആണല്ലേ, പിള്ളേർ പറയുന്ന കേട്ടു ഏതാണ്ട് ഫോട്ടോയോ ഏതാണ്ടൊക്കെ എടുത്ത് എന്തോ ഇതിനകത്തൊക്കെ ഇട്ടേക്കുന്നൊക്കെ പറയുന്ന കേട്ടു. എന്ത് വരുന്നത്? എന്തോന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടതാണോ? എന്ത് വേണം അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്താകൂടാ അങ്ങനൊക്കെ ഫോട്ടോയൊക്കെ? നീ നേരത്തെ ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിന് എന്തെല്ലാം വരുന്നടാ പറയുന്നത്. ഇപ്പൊ അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല നിനക്ക്. നിങ്ങൾ നിങ്ങളുടെ കെട്ടിയവൻ്റെ കൂടെ ഇട്ടോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നേരത്തെ ഞങ്ങൾ ഇടുമ്പോഴത്തേനും അതങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് നീ കടന്ന് പറയുമായിരുന്നല്ലോ. അപ്പൊ നീ കെട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പൊ നീ കെട്ടിയിട്ടുണ്ട്. അപ്പൊ നീ ഇട്ടോ. ഇപ്പൊ അങ്ങനെ ആയോ? ഞാൻ അന്നും അത് തന്നെ അല്ലായിരുന്നോ പറഞ്ഞോണ്ടിരുന്നേ? നീ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കുവാണ്. നീ നിന്റെ കാര്യം നോക്കിട്ട് പോകാൻ നോക്ക്. എന്റെ ദൈവമേ, നീ അപ്പൊ എന്നോട് ഇങ്ങനൊക്കെ പറയാറയല്ലേ? ഞാൻ പോവാ എന്റെ വീട്ടില്. ഉള്ള പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നേ. അയ്യോ അമ്മേ, ഞാൻ പോവാ. എന്തായാലും അയ്യോ അവൻ എന്നെ വെല്ലേച്ചിന്ന് വിളിച്ചോണ്ടിരുന്ന അവൻ ഇപ്പം മറുപടിയൊക്കെ പറയുന്ന കേട്ടോ. ഞാൻ പോവാ. അയ്യോ എനിക്ക് വയ്യായേ. ഇപ്പം പൊക്കും എന്റെ പൊന്നുമോള്. അടുത്ത് കെട്ടിച്ചത് തന്നെ വലിയ കുഴപ്പമായിപ്പോയി. എപ്പോഴും വന്നിങ്ങനെ കുറ്റം കുറവും പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലുള്ള സമാധാനം കൂടെ കളയാനായിട്ടാ. തേങ്ങ 5 വെച്ചിട്ടുണ്ട്. പിന്നെ 5-6 മുട്ടയുണ്ടായിരുന്നു. അത് അവള് പിള്ളേർക്ക് കൊടുക്കാൻ മേടിച്ചതിനകത്തുനിന്ന് എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ അതുപോലെ കരിയാപ്പിലയും കാന്താരിയും ഒക്കെ വേണമെങ്കിൽ പുറകെ പറമ്പിൽ പോയി പറിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ പറിച്ചുകൊണ്ട് പോകാൻ നോക്കും. അല്ലാതൊന്നുമില്ല. അവിടെ എന്തോന്ന് വെച്ചാൽ വേണ്ട നീ അവളോട് തന്നെ ചോദിച്ചു. ഞാനല്ല ചോദിക്കേണ്ട, നീ ചെന്ന് ചോദിച്ചു. ഞാൻ എന്നാലേ പോയി കരിയാപ്പിലയും കാന്താരിയും ഒക്കെ പറിച്ചുകൊണ്ട് വരാം. അമ്മ എപ്പോഴത്തേനും അവളോടൊന്ന് ചോദിക്കണം. അവിടെ എന്തോന്ന് വെച്ചാൽ വേണ്ട നീ അവളോട് തന്നെ ചോദിച്ചു. ഞാനല്ല ചോദിക്കേണ്ട, നീ ചെന്ന് ചോദിച്ചു. ആ വലിയ മാലയില്ലേ, അത് ഇങ്ങോട്ടൊന്ന് തരാമോ? എനിക്ക് ഞങ്ങളുടെ പാപ്പൻ്റെ മോടെ കല്യാണമില്ലേ, അപ്പം അതിനിടാൻ വേണ്ടിയാ. തരാം. ആദ്യം കൊണ്ടുപോയി ആ നെക്ലേസ് കൂടെ ഉണ്ട്. വരുമ്പോൾ അതും ആ നെക്ലേസും കൂടി ഇതിപ്പം തരുന്നതും ആ നെക്ലേസും കൂടെ ഒന്നിച്ചിങ്ങ് കൊണ്ട് തരാം.
മറക്കില്ലെങ്കിൽ കൊണ്ടുവരണേ. അന്ന് ഞാൻ പോയി കാന്താരിയും കരിയാപ്പിലയും കൂടെ പുറകിന്ന് പറിച്ചുകൊണ്ട് വരട്ടെ. അപ്പോഴത്തേന് നാത്തൂനെല്ലാം എടുത്തു വെക്കുക. ശരി.